ഹായ് വെൽക്കം ടു ടേസ്റ്റി ട്രഷേഴ്സ് ബൈ രോഹിണി. ഇന്ന് നമുക്ക് ദോശയുടെ കൂടെയും അതേപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മുളക് പൊടി ചമ്മന്തിയുടെ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഒരു 10-12 ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആദ്യം നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിക്സിയിലിട്ടിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ ഒരു പാകത്തിലാണ് ചതച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് വേണമെങ്കിൽ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരു നുള്ളു ചേർത്തിട്ട് അങ്ങനെയും ചതച്ചെടുക്കാം. ഇനി ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണോളം എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം ഇതപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചമ്മന്തികളിലൊക്കെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കാറ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം നല്ലെണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ആ ചൂടോട് കൂടിയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിൽ ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോഴാണ് ചമ്മന്തി നമുക്ക് ദോശയുടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുക. ഇനി ഇതിൽ വേറൊരു സൂത്രം കൂടി ചെയ്യുന്നുണ്ട്. ആ എണ്ണ ചേർത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് ഇനി ആ ഉള്ളി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുക കേട്ടോ. എന്നാൽ ഒരുപാട് അരഞ്ഞു പോകാനും പാടില്ല. ഈ ഒരു പാകത്തിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലത്തെ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്